ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സോൾ ഷോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് ആ ഒരു ഫേസ് പല പ്രാവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തരാം. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഈ ജേർണി ഗൈഡ് ചെയ്യുന്നത് ഡിവൈനാണ്, ദൈവമാണ്. അപ്പോൾ ഈ ജേർണിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു സോൾ ഷോക്കിലൂടെ കടന്നു പോയിട്ടാണ് പിന്നെ നമ്മളുടെ സോളിനെ അസെൻഡ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ശരിക്കുമുള്ള പർപ്പസ് തിരിച്ചറിയാനാണ്, നമ്മളുടെ ട്രൂ സെൽഫിൽ വരാനാണ് ഈ ജേർണി എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇന്നർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ജേർണിയിൽ മുമ്പോട്ട് വരുമ്പോൾ പിന്നെയും പല പ്രാവശ്യം നമുക്ക് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾക്കുള്ള അറ്റാച്ച്മെൻറ്റും കോ ഡിപ്പെൻഡൻസിയുമായിരിക്കും. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ജേർണിയാണല്ലേ. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സബ് കോൺഷ്യസ് ലെവലിൽ പോലും അല്ലെങ്കിൽ കോൺഷ്യസ്ലി ആണെങ്കിലും, അതായത് ഉപബോധ മനസ്സിലോ ബോധ മനസ്സിലോ നമ്മൾ പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്, അതായത് തേർഡ് ഡയമെൻഷൻ ലെവലിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഉള്ള അറ്റാച്ച്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. അതായത് അതെല്ലാം ഫിയർ ബേസ്ഡ് എനർജീസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫേസ് വരുമ്പോൾ അവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നമ്മുടെ ജേർണിയിൽ വരാറുണ്ട്. അതായത് അവിടെ ഡിവൈനായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളെ നമ്മളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ ടെമ്പററി ആണെങ്കിൽ പോലും അവിടെ ഒരു സെപ്പറേഷൻ ഫേസ് ആ ഒരു കാര്യങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നുമൊക്കെ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഭയങ്കരമായിട്ട് പെയിൻ തരാറുണ്ട്. കാരണം ഈ ഒരു ജേർണിയിൽ നമ്മളുടെ പർപ്പസ് ചെയ്യുന്നോടം വരെ, അതായത് നമ്മുടെ ജേർണിയെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളുടെ പർപ്പസ് ഡിവൈൻ പർപ്പസ് ചെയ്യുന്നോടം വരെ, അതായത് ആ ഒരു കംപ്ലീഷൻ ഓഫ് ദ ജേർണി വരെ വരുന്നോടം വരെ നമ്മളുടെ ജേർണിയുടെ എൻറ്റയർ കൺട്രോൾ, മൊത്തത്തിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഡിവൈൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കൺട്രോളിനെ പലപ്പോഴും ഡിവൈൻ്റെ കയ്യിലുള്ള കൺട്രോളിനെ നമ്മൾ ഈ ജേർണിയെ സറണ്ടർ ചെയ്യാതെ നമ്മളായിട്ട് ആ കൺട്രോളിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് സോൾ ഷോക്ക് വരാറുണ്ട്. അടുത്തതായിട്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നർ വർക്ക് ചെയ്യുക, സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു നന്നായിട്ട് ബാലൻസ് ആയി കഴിയുമ്പോൾ, ഫെമിനൈൻ എനർജീസ് പർട്ടിക്കുലറായിട്ട് നന്നായിട്ട് ബാലൻസ് ആയി കഴിയുമ്പോൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് തോന്നാറില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ കാർമിക് ക്ലിയറൻസിൻ്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു ഇനിഷ്യൽ സ്റ്റേജ്, നമ്മളുടെ ജേർണിയിലെ ഇനിഷ്യൽ സ്റ്റേജിലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷൻസ് സർഫേസ് ചെയ്ത് വരുമായിരുന്നു, ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എന്നാൽ റീയൂണിയനോടൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും തോന്നാറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നന്നായിട്ട് ഹീൽഡാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നർ വർക്ക് നിർത്തുകയാണെങ്കിൽ പിന്നെയും നമ്മളുടെ എനർജി ഒരു ലോ വൈബ്രേഷണൽ എനർജിയിലേക്ക് മാറുകയും ഇവിടെയും നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ പിന്നെയും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, അതായത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നല്ല ഒരു സോൾ ഷോക്ക് കൈൻഡ് ഓഫ് തിങ്, അതായത് അതിനു മുമ്പ് ഇനിഷ്യൽ ലെവലിൽ നമുക്ക് എങ്ങനെയാണോ പെയിൻ വന്നത് അതേപോലത്തെ സന്ദർഭങ്ങളിലൂടെ നമ്മൾക്ക് പോകേണ്ടി വരും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, DFന് മാത്രമാണോ സോൾ ഷോക്ക്, DMന് സോൾ ഷോക്ക്സ് കിട്ടാറില്ലേ, അവർ 3Dയിൽ അതായത് തേർഡ് ഡയമെൻഷനിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ. അവർ വൺസ് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കും ഈ പറയുന്ന സോൾ ഷോക്സിലൂടെയൊക്കെയും കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഐസൊലേറ്റ് ആയിരിക്കും, അതായത് ഫെമിനൈൻ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഐസൊലേഷൻ പീരീഡ് ഡിവൈൻ തരും. കാരണം നമ്മൾ സ്പിരിച്വൽ ട്വിൻസാണ്, അതായത് സ്പിരിച്വാലിറ്റിയിലൂടെ ആണ്, രണ്ടുപേരും സ്പിരിച്വൽ ട്വിൻസാണ്. എന്നാൽ
ഫെമിനൈൻ എനർജി അവേക്കൻ ആവുന്നത് സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. അതേസമയം മസ്കുലൈൻ എനർജി അവേക്കൻ ആവുന്നത് കാർമിക് ട്രിഗേഴ്സിലൂടെയാണ്. അതുകൊണ്ടാണ് അവർ 3Dയിൽ നിൽക്കുന്നതായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇവരും പലതരത്തിലുള്ള സോൾ ഷോക്സിലൂടെ അവരുടെ ആ ഒരു ജേർണി അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാറുണ്ട്. ആൻഡ് ഇവിടെയും അവരൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ അതേതെങ്കിലും ഒരു റിലേഷൻ ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, സൊസൈറ്റി പാറ്റേൺസ് ആയിക്കോട്ടെ, എന്തൊക്കെയാണോ അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് മസ്കുലൈൻ എനർജി കാണിക്കുന്നത് അവിടെയും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഓൺലി തിങ് ഫെമിനൈൻ എനർജി ടോട്ടലി ഹീലായി കഴിഞ്ഞിട്ട് അവിടെ മസ്കുലൈൻ എനർജീനെ ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അവരുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ജേർണി എൻറ്റയർലി ഡയറക്റ്റ് ചെയ്യുന്നത് ഡിവൈനാണ്, ദൈവമാണ്. അതുകൊണ്ട് സറണ്ടർ ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക ഈ ജേർണിയെ, പേഷ്യൻസിയോടെ നമ്മുടെ ബെസ്റ്റ് വെർഷനിലെത്താൻ വർക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓം നമഃ ശിവായ.